അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ അൽ ഗാഷിയ 6 ആയത്തുകൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് ബാക്കി വരുന്ന ആയത്തുകൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ'. ലാ യുസ്മിനു, ഇവിടെ ലാമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ തുടക്കത്തിൽ തന്നെ ശ്രദ്ധയുള്ള അക്ഷരം വന്നതുകൊണ്ട് ശ്രദ്ധ കൊടുക്കാതെയാണ് ഉച്ചരിക്കുന്നത് കേട്ടോ. ലാമിന് ശ്രദ്ധ കൊടുക്കാതെ അലിഫ് മദ് കൂടെ വന്നതുകൊണ്ട് 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. യുസ്മിനു, സീന് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. യുസ്മിനു വല, വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. യുഗ്നി, ഗൈന് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, അപ്പോൾ തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നൂനിൻ്റെ കൂടെ യാമദ് വന്നു 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. മിൻ ജൂ', നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ അക്ഷരമായിട്ടുള്ള ജീമ് വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. അവസാനത്തിൽ മദ് ആറിൽ സുക്കൂനിൽ നിർത്തുമ്പോൾ 2, 4, 6 ഹർക്കത്ത് വരെ നീട്ടിക്കൊടുത്തിട്ട് നിർത്താം. നിർത്തുമ്പോൾ അതിന് നമ്മൾ കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് നിർത്തി കൊടുക്കുക. ഓക്കെ. ഉജൂഹു യൗമഇദിൻ നാഇമ. ഉജൂഹുൻ, വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ജീമിൻ്റെ കൂടെ വാവ് മദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹഇന് വമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദാ ബഉന്നയുടെ അക്ഷരമായിട്ടുള്ള യാ വന്നു. തെൻവീനിനെ യായിലേക്ക് ലയിപ്പിച്ചിട്ട് ഒന്നയോടുകൂടി ഓതി കൊടുക്കുക കേട്ടോ. ഉജൂഹു യൗമഇദിൻ നാഇമ. വാവ് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ദാലിന് കെസ്ര തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദാ ബഉന്നയുടെ അക്ഷരമായിട്ടുള്ള നൂന് വന്നു. തെൻവീനിനെ ലയിപ്പിച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. നൂനിന് ശ്രദ്ധ വന്നിട്ടുണ്ട്, നല്ലോണം മണിച്ചു കൊടുക്കണേ. അക്മൽ ഒന്നയാണ്. നാഇമ, അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്, ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. അവസാനത്തിൽ താ മർബൂത്തയിൽ നിർത്തുമ്പോൾ ഹാ സുക്കൂനാക്കിക്കൊണ്ട് നിർത്തി കൊടുക്കുക. ഓക്കെ. ലിസഇഹ റാവിയ. ലിസഇഹ, ഇവിടെയും തുടക്കത്തിൽ ലാമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. ഒരു തുടക്കത്തിൽ തന്നെ വന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധയില്ലാതെയാണ് ഉച്ചരിക്കുന്നത്. ലിസഇഹ, അതിന് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഹഇൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. റ ഫതഹ ആയതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കും. റഇൻ്റെ കൂടെ ഫതഹ അലിഫ് മദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. റാവിയ, വാദ് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആയതുകൊണ്ട് തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. വാക്കിൻ്റെ അക്ഷരം കൂടി ആയതുകൊണ്ട് നമ്മൾ കെസ്റയായാലും തഫ്ഹീം ചെയ്യണം. ഓക്കെ. അവസാനത്തിൽ താ മർബൂത്തയിൽ നിർത്തുമ്പോൾ ഹാ സുക്കൂനാക്കിക്കൊണ്ട് നിർത്തി കൊടുക്കുക. ഫീ ജന്നത്തിൻ ആലിയ. ഫീ ജന്നത്തിൻ, ഫഇൻ്റെ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. നൂനിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. അക്മൽ ഒന്നയാണ്, നല്ലോണം മണിച്ചു കൊടുക്കുക കേട്ടോ. ജന്നത്തിൻ, താക്ക് കെസ്ര തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇവഹാറിൻ്റെ അക്ഷരമായിട്ടുള്ള അയിന് വന്നു. തെൻവീനിനെ വ്യക്തമാക്കി മണിക്കാതെ ഓതി കൊടുക്കുക. ജന്നത്തിൻ ആലിയ, അയിനിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്, സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. അയിനിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അവസാനത്തിൽ താ മർബൂത്തയിൽ നിർത്തുമ്പോൾ ഹാ സുക്കൂനാക്കിക്കൊണ്ട് നിർത്തി കൊടുക്കുക. ഓക്കെ. ലാ തസ്മഉ ഫീഹാ ലാഗിയ. ലാ തസ്മഉ, ഇവിടെയും തുടക്കത്തിൽ തന്നെ ലാമിന് ശ്രദ്ധ വന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കാതെയാണ് ഉച്ചരിക്കുന്നത്. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. തസ്മഉ, സീന് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഫീഹ, ഫഇൻ്റെ മഖ്റജ് മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക കേട്ടോ. യാമദ് കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹഇൻ്റെ കൂടെ അലിഫ് മദ് വന്നു, അവിടെയും നമ്മൾ 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ലാഗിയ, ലാമിൻ്റെ കൂടെ അലിഫ് സഗീറ വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഗൈന് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആയതുകൊണ്ട് തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. അവസാനത്തിൽ താ മർബൂത്തയിൽ നിർത്തുമ്പോൾ ഹാ സുക്കൂനാക്കിക്കൊണ്ട് നിർത്തി കൊടുക്കുക. ഓക്കെ. ഫീഹ ഐനുൻ ജാരിയ. ഫീഹ, ഫഇൻ്റെ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹഇന് ശേഷം അലിഫ് മദ്ദാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് അവിടെയും നീട്ടിക്കൊടുക്കുക. ഐനുൻ
ജാരിയ. അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്. സൗണ്ടിനെ ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. നൂനിന് വമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇഖ്ഫാൻ്റെ അക്ഷരമായിട്ടുള്ള ജീമ് വന്നു. തെൻവീനിനുള്ള നൂനിനെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. ജാരിയ. ജീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. റോക്ക് നമ്മൾ കെസ്റയാവുമ്പോൾ താഴ്ത്തി ഉച്ചരിക്കുക കേട്ടോ. ജി ജാരിയ. ത മർബൂത്തയിൽ നിർത്തുമ്പോൾ ഹ സുക്കൂനാക്കിക്കൊണ്ട് നിർത്തുക. ഓക്കെ. ഫീഹ സുറൂറും മർഫൂഅ. ഫീഹ. ഫിന് ശേഷം യാ മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹൻ്റെ കൂടെ അലിഫ് മദ്ദാണ് വന്നിട്ടുള്ളത്. അവിടെയും 2 കൗണ്ട് നീട്ടുക. സുറൂറും മർഫൂഅ. റോ വമ്മയായതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കും. റോക്ക് വമ്മ തെൻവീന് വന്നിട്ടുണ്ട്. അപ്പോൾ വമ്മ തെൻവീനിന് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായിട്ടുള്ള മീമ് വന്നു. തെൻവീനിനുള്ള നൂനിനെ ലയിപ്പിച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. സുറൂറും മർഫൂഅ. മീമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. നല്ലോണം മണിച്ചു കൊടുക്കുക. അക്മൽ ഒന്ന. സുറൂറും മർഫൂഅ. റോ കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഫിൻ്റെ കൂടെ വൗമദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്. സൗണ്ടിനെ ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. ത മർബൂത്തയിൽ നിർത്തുമ്പോൾ ഹ സുക്കൂനാക്കിക്കൊണ്ട് നിർത്തി കൊടുക്കുക. ഓക്കെ. വഅക്വാബും മൗദൂഅ. വഅക്വാബുൻ. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ഹംസ അക്സൽ ഹൽക്കിൽ നിന്നാണ് വരുന്നത്. സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. അക്വാബുൻ. കാഫ് സുക്കൂനിലാവുമ്പോൾ കുറച്ച് എയർ പാസ് ചെയ്യണ രൂപത്തിൽ വേണം ഉച്ചരിക്കാൻ. അക് വഅക്വാബുൻ. വാവിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ബഇന് വമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദ്ഗാമിൻ്റെ അക്ഷരമായിട്ടുള്ള മീമ് വന്നു. തെൻവീനുള്ള നൂനിനെ ലയിപ്പിച്ചിട്ട് ഉണ്ണയോടുകൂടി ലയിപ്പിച്ചിട്ട് ഓതി കൊടുക്കുക കേട്ടോ. വഅക്വാബും മൗദൂഅ. ഇവിടെ തെൻവീൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. തെൻവീന് 1 കഴിഞ്ഞിട്ട് 1 എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇദ്ഗാമിലും ഇഖ്ഫായിലും തെൻവീനുകളെ ഇതുപോലെയാണ് കേട്ടോ കാണുന്നത്. വഅക്വാബും മൗദൂഅ. മീമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. നല്ലോണം മണിച്ചു കൊടുക്കുക. വാവ് കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വാദ് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആയതുകൊണ്ട് തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കും. വമദ് കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. മൗദൂഅ. അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്. ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. അവസാനത്തിൽ ത മർബൂത്തയിൽ നിർത്തുമ്പോൾ ഹ സുക്കൂനാക്കിക്കൊണ്ട് നിർത്തി കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.